നാട്ടിലെ ഗുണ്ടാ ആക്രമ കേസുകളിലെല്ലാം വിഷ്ണു ഉല്ലാസിന്റെ പേരുണ്ട്. വധശ്രമം, അക്രമം, തമ്മിൽ തല്ല്, മോഷണം, ലഹരിക്കടത്ത് തുടങ്ങി സമസ്ത മേഖലയിലും. നെടുമ്പ്രം കല്ലിങ്കൽ കോളനിയിലെ കണ്ണാറച്ചിറ വീട്ടിൽ വിഷ്ണു ഉല്ലാസിന് പ്രായം 25 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒടുവിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഇക്കഴിഞ്ഞ മാർച്ച് 10-നാണ്. വാർഡ് മെമ്പർ ബീന സാമിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം ആക്രമിച്ചു. പിന്നാലെ കേസിൽ കാപ്പ ചുമത്തിയതോടെ ഇയാൾ ഒളിവിൽ പോയി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷ്ണുവിനെ ചങ്ങനാശ്ശേരിയിലെ ഒളിത്താവളത്തിൽ നിന്നും ശനിയാഴ്ച പുലർച്ചെയോടെ പ്രത്യേക അന്വേഷണ സംഘം അതിവിദഗ്ധമായി പിടികൂടുകയായിരുന്നു. പോലീസ് സംഘം ഒളിത്താവളം വളഞ്ഞെറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിഷ്ണുവിനെ 1 കിലോമീറ്ററോളം പിന്തുടർന്ന ശേഷമാണ് കീഴ്പ്പെടുത്തിയത്. 1.5 വർഷം മുമ്പ് പുളിക്കീഴ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ മാവേലിക്കര സബ് ജയിൽ റിമാൻഡിൽ കഴിയവേ ജയിൽ അധികൃതരുടെ കണ്ണുവെട്ടിച്ച വിഷ്ണു ജയിൽ ചാടിയിരുന്നു. തുടർന്ന് 2-ാം ദിനമാണ് ഇയാളെ പിടികൂടി വീണ്ടും ജയിലിലടച്ചത്. വിഷ്ണുവിനെതിരെ തിരുവല്ല, പുളിക്കീഴ് പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം 10ഓളം കേസുകൾ നിലവിലുള്ളതായി ഡിവൈഎസ്പി എസ് ആഷാദ് പറഞ്ഞു. ഏകദേശം 10ഓളം കേസുകളുണ്ട്. ജയിൽ ചാടിയ കേസുണ്ട്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ തല്ലിയ കേസുണ്ട്. നാട് മൊത്തം ഒരു ഭയവിഹ്വലത ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരു ഗുണ്ടയാണ്. അറസ്റ്റ് സമയത്തും അറസ്റ്റ് പ്രതിരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. സ്ക്വാഡുകാർ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ബൈക്കിലെത്തി മാല പൊട്ടിക്കൽ, കഞ്ചാവ് വിൽപ്പന എന്നിവ സംബന്ധിച്ച കുറ്റകൃത്യങ്ങളിലും വിഷ്ണു ഏർപ്പെട്ടിട്ടുള്ളതായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തുന്നതടക്കമുള്ള മേൽനടപടികൾ സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി എസ് ആഷാദ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.